ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിലായിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നുള്ള കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർട്ടിലായിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല എന്താണെന്നും 2 വേരിയബിളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 3 വേരിയബിളിലായിട്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ കോൺസെപ്റ്റ് പറയാം എന്നുമാണ് നമ്മൾ ലാസ്റ്റ് വരെ പറഞ്ഞു നിർത്തിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നുള്ളതിൻ്റെ ചില പ്രോപ്പർട്ടീസ് ആണ്. നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല അറിയാം. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഓഫ് എ ഫംഗ്ഷൻ എഫ് അറ്റ് എക്സ് വൈ ഈസ് ഗിവൺ ബൈ ഡെൽ എഫ് ഡോട്ട് യു. ഈ എക്സ് വൈ എന്നുള്ള 2 വേരിയബിൾ ഫംഗ്ഷൻ എന്താവാം, 3 വേരിയബിളും ആകാം. ആ സമയത്ത് നമുക്ക് du f of x, y, z is equal to del f dot u എന്ന് എഴുതണം. del f ഇവിടെ x y z ഉണ്ടാവും, ഇവിടെ x y ഉണ്ടാവും. ജനറലി 2 വേരിയബിൾ ആയിക്കോട്ടെ 3 വേരിയബിൾ ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാം, du f at p equal to del f at p dot u എന്ന് എഴുതാം. This is our formula to compute the directional derivative. del f at p നെ മെൻഷൻ ചെയ്യാതെ നമ്മൾ എഴുതുകയാണെങ്കിൽ that is equal to del f dot u. ഈ ഒരു രൂപത്തിൽ നമുക്ക് 2 വേരിയബിൾ ആണെങ്കിലും 3 വേരിയബിൾ ആണെങ്കിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഇതെന്താ പറയുന്നത്, duf is equal to del f dot u. ഗ്രേഡിയന്റ് വെക്ടറിന്റെയും യൂണിറ്റ് വെക്ടറിന്റെയും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ബൈ ഡെഫിനിഷൻ ഓഫ് ഡോട്ട് പ്രോഡക്റ്റ് ഡെൽ എഫ് ഡോട്ട് യു എന്തിന് ഈക്വൽ ആയിരിക്കും? ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് യു ഇൻറ്റു കോസ് തീറ്റ, വെർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡെൽ എഫ് ആൻഡ് യു. ഡെൽ എഫിനും യുക്കും ഇടയിലുള്ള പോസിറ്റീവ് സെൻസിൽ മെഷർ ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. മാക്സിമം എത്ര വരാം? യു എന്നുള്ള യൂണിറ്റ് വെക്ടർ ഇങ്ങനെയാണെങ്കിൽ ഡെൽ എഫ് എന്നുള്ളതിന്റെ ആംഗിള് മാക്സിമം ഡെൽ എഫ് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവാം. ദാറ്റ് മീൻസ് തീറ്റ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് പൈ. ഈ ഒരു രൂപത്തിൽ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാം. ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ ആംഗിള് പോസിറ്റീവ് സെൻസിലും ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ ആംഗിള് 0 to pi എന്നുള്ള രൂപത്തിൽ നമുക്ക് മാക്സിമം ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ആണെങ്കിൽ 0 വരും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ പൈ വരും എന്നുള്ള രൂപത്തിൽ നമുക്ക് ആംഗിളിനെ സ്പെസിഫൈ ചെയ്യും. Therefore, the angle lies between 0 and pi. Now, del f dot u is given by mod del f mod u cos theta, and mod u is given by equal to 1 since it is the unit vector. Therefore, del f dot u equal to mod del f cos theta. Modulus of del f നെ ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു രൂപത്തിൽ നോം ഓഫ് ഡെൽ എഫ് എന്നുള്ള രൂപത്തിലും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ എഴുതുന്നത് മോഡ് ഡെൽ എഫ് എന്ന് എഴുതുന്നുള്ളൂ. രണ്ടും സെയിം ആണ്. ഇയാൾ എന്ന് പറഞ്ഞാലും മോഡ് ഡെൽ എഫ് എന്ന് പറഞ്ഞാലും മോഡുലസ് അല്ല ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് രണ്ട് ടേമിലും സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നൊട്ടേഷണലി രണ്ട് സൈഡിലും വെർട്ടിക്കൽ ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് മോഡുലസ് എന്ന് വരക്കുന്നത് പോലുള്ള ലൈൻസ് ആണ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു രൂപത്തിലും നൊട്ടേഷൻ വരാറുണ്ട്. സോ നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് മോഡ് ഡെൽ എഫ് കോസ് തീറ്റ എന്നാണ്. ഇനി കോസ് തീറ്റയുടെ വാല്യൂ മാക്സിമം എത്ര വരാം? കോസ് തീറ്റയുടെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 1 and -1. ഇഫ് തീറ്റ ഈക്വൽ ടു 0, cos 0 equal to 1, and theta equal to pi, cos pi equal to -1. cos തീറ്റയുടെ വാല്യൂ മാക്സിമം 1, മിനിമം -1. 1 കിട്ടൽ തീറ്റ 0 ആകുന്ന സമയത്ത് ആൻഡ് തീറ്റ പൈ ആകുന്ന സമയത്ത് നമുക്ക് -1 കിട്ടും. അങ്ങനെയാണെങ്കിൽ del f dot u ന്റെ മാക്സിമം വാല്യൂ എന്ത് വരും? del f
dot u. It is the directional derivative of f in the direction of u is less than or equal to maximum. ഇവിടെ 1 കൊടുത്താലാണ് മാക്സിമം വരിക. 1 കൊടുക്കുന്ന സമയത്ത് മോഡ് ഡെൽ എഫ് കിട്ടും. മിനിമം വരല് കോസ് തീറ്റയുടെ വാല്യൂ -1 ആവുമ്പോൾ -1 കൊടുക്കുന്ന സമയത്ത് മൈനസ് ഓഫ് മോഡ് ഡെൽ എഫ് എഴുതാം. This is our expression. So we have formulated that the directional derivative of f in the direction of u is maximum value is mod del f and the minimum value is minus of mod del f. Maximum കിട്ടൽ എപ്പോഴാണ്? തീറ്റ ഈക്വൽ ടു 0 ആകുന്ന സമയത്ത്. തീറ്റ എന്ന് പറഞ്ഞാൽ ഡെൽ എഫിനും യുക്കും ഇടയിലുള്ള ആംഗിള്. ഡെൽ എഫിനും യുക്കും ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ യുവിന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ആരുടെ ഡയറക്ഷൻ? ഡെൽ എഫിന്റെ ഡയറക്ഷനും യുവിന്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും. ഇഫ് ഡെൽ എഫ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു, ഡെൽ എഫ് യുവിന്റെ ഡയറക്ഷനിൽ തന്നെ ആണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക? മാക്സിമം വാല്യൂ കിട്ടുക. അതേപോലെ മൈനസ് ഡെൽ എഫ് കിട്ടണമെങ്കിൽ തീറ്റ എന്താവണം? പൈ ആവണം. തീറ്റ പൈ ആവുക എന്ന് പറഞ്ഞാൽ യു എന്നുള്ള വെക്ടറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആരുടെ ഡയറക്ഷൻ വരുന്നത്? ഡെൽ എഫിന്റെ ഡയറക്ഷൻ വരുന്നത്. അതിനെ വേണമെങ്കിൽ നമുക്ക് വേറൊരു രൂപത്തിൽ പറയാം. യു എന്നുള്ള വെക്ടറിന്റെയും മൈനസ് ഡെൽ എഫ് എന്നുള്ള വെക്ടറിന്റെയും ഡയറക്ഷൻ സെയിം ആകുന്ന സമയത്ത്, മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷൻ സെയിം ആവുക എന്ന് പറഞ്ഞാൽ ഡെൽ എഫിന്റെ ഡയറക്ഷൻ എന്തായിട്ട് മാറും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് മാറും. Therefore, the maximum value of directional derivative is mod del f, and it is when del f is in the direction of u, and the minimum value of directional derivative is minus of mod del f. That will happen if minus del f is in the direction of u. ഇനി ഇതിന്റെ മീനിങ് എന്താണ്? ജിയോമെട്രിക്കൽ മീനിങ് നമ്മൾ ഡിഫൈൻ ചെയ്തത് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ആണ്. അതായത് എഫിലുള്ള ഇൻക്രീസും ഡിക്രീസും ആണ് അവിടെ കാണിക്കുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. എഫിലുള്ള ഇൻക്രീസ് ഡിക്രീസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. റാപ്പിഡ് ഇൻക്രീസ് വരൽ എപ്പോഴാണ്? ഇതിന്റെ വാല്യൂ മാക്സിമം ആവുമ്പോൾ. റാപ്പിഡ് ഇൻക്രീസ് വരൽ ഇതിന്റെ വാല്യൂ മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഏതൊരു സെൻസിൽ പറയാം? റാപ്പിഡ് ഇൻക്രീസ് വരൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു എന്ന് പറയുന്നത് യുവിന്റെ ഡയറക്ഷനിലും ഡെൽ എഫിന്റെ ഡയറക്ഷനും സെയിം ആവണം. ദാറ്റ് മീൻസ് റാപ്പിഡ് ഇൻക്രീസ് ഓഫ് എഫ് ഏത് ഡയറക്ഷനിലാണ്? ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് ഗിവൺ ബൈ മോഡ് ഡെൽ എഫ്. അതേപോലെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഈസ് മിനിമം. അതായത് റാപ്പിഡ് ഡിക്രീസ് വരുന്നത് ആരുടെ ഡയറക്ഷനിലാണ്? യുവിന്റെ ഡയറക്ഷനിൽ. ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു മിനിമം വരണമെങ്കിൽ മൈനസ് മോഡ് ഡെൽ എഫ് വരണം. അത് ഏത് സമയത്താണ്? മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ്. അതായത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു റാപ്പിഡ് ഡിക്രീസ് വരണമെങ്കിൽ ആരായിരിക്കണം? മൈനസ് ഡെൽ എഫ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ആയിരിക്കണം. Therefore, the maximum rate of change അല്ലെങ്കിൽ the rapid rate of change of f is in the direction of u ആരായിട്ട് മാറും? del f, and its value is given by mod del f. And the rapid decrease in the direction of u ന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കാം? മൈനസ് ഡെൽ എഫ്. യുവിന്റെ സ്ഥാനത്ത് മൈനസ് ഡെൽ എഫ് വരുമ്പോഴാണ് മാക്സിമം ഡിക്രീസ് വരുന്നത്. അതായത് യുവും ഡെൽ എഫും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഗിവൺ ബൈ മൈനസ് ഓഫ് മോഡ് ഡെൽ എഫ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാം. ഇനി ഒരാളും കൂടി പറയാം. വാട്ട് അബൌട്ട് തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു? തീറ്റ പൈ ബൈ ടു ആകുന്ന സമയത്ത് ഡെൽ എഫ് ഡോട്ട് യു ഇസ് ഈക്വൽ ടു മോഡ് ഡെൽ എഫ്. മോഡ് യു എന്നുള്ളത് 1 ആയിട്ട് മാറി കോസ് തീറ്റ കോസ് പൈ ബൈ ടു വരും. ആൻഡ് കോസ് പൈ ബൈ ടു ഈസ് 0. Therefore, del f dot u is 0. That means u എന്നുള്ള വെക്ടറും ഡെൽ എഫ് എന്നുള്ള വെക്ടറും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് ഓർത്തോഗണൽ ആയിട്ടാണ് ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. That means the rate of change of f is 0 if u and del f are perpendicular. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ആ പ്രോപ്പർട്ടീസ് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്തിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ 3 പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തത്.
ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് കോസ് തീറ്റ 0 വരുന്ന സമയത്താണ് മോസ്റ്റ് ഇൻക്രീസിങ് ഉണ്ടാവുക, അതായത് യു ഡെൽ എഫിന്റെ ഡയറക്ഷനിലാകുന്ന സമയത്ത്. ദാറ്റ് മീൻസ് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗ്രേഡിയന്റ് വെക്ടർ ഡെൽ എഫ്. ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ് മാക്സിമം ഇൻക്രീസിങ് വരുന്നത്. അതേപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി വരുന്നത് മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷൻ, അതായത് യുവിന്റെ ഡയറക്ഷനും ഡെൽ എഫിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ യുവിന്റെ ഡയറക്ഷനും മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷനും സെയിം ആവുക. ദാറ്റ് മീൻസ് മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ് എഫിന് മാക്സിമം ഡിക്രീസ് വരുന്നത്, റാപ്പിഡ് ഡിക്രീസ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് ഗിവൺ ബൈ du f is equal to minus of mod del f. പിന്നീട് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് യു ഗ്രേഡിയന്റ് വെക്ടറിന് ഓർത്തോഗണൽ ആണെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 0 ചേഞ്ച് ഇൻ എഫ്, എഫിൽ എന്തില്ല, ഒരു ചേഞ്ചും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിളും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഡിഫൈൻ ചെയ്യുന്നത് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2. നമ്മളോട് അതിൽ ഫസ്റ്റ് ചോദിച്ചത് ഫൈൻഡ് ദ ഡയറക്ഷൻസ് ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, അതായത് മോസ്റ്റ് റാപ്പിഡ് ആയിട്ട് എഫ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ, ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, ആൻഡ് വി ആർ ഗിവൺ ദ പോയിന്റ് 1 1. അപ്പൊ 1 1 എന്നുള്ളൊരു പോയിന്റ് തന്നിക്കണ്. ആ പോയിന്റിൽ എഫ് ഇൻക്രീസ് ചെയ്യുന്ന, മോസ്റ്റ് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനും മോസ്റ്റ് റാപ്പിഡ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനും കാണാനാണ് പറഞ്ഞത്. ഇതിന്റെ ആൻസർ എന്താ വരിക? എഫ് എന്നുള്ളത് 1 1 മോസ്റ്റ് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യല് ആരുടെ ഡയറക്ഷനിലാണ്? ഡെൽ എഫ് അറ്റ് 1 1 ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ് എഫിന് മാക്സിമം ഇൻക്രീസ് ഉണ്ടാവുക. അതേപോലെ ഇതാരുടെ ഡയറക്ഷനിലാണ്? മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ് മാക്സിമം റാപ്പിഡ് ഡിക്രീസ് ഉണ്ടാവുക. അപ്പൊ ഒന്ന് ഡെൽ എഫിന്റെ ഡയറക്ഷനിലും ഒന്ന് മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷനിലും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആരെ ഇവാലുവേറ്റ് ചെയ്യണം? ഡെൽ എഫ് അറ്റ് 1 1 ഇവാലുവേറ്റ് ചെയ്യണം. ഡെൽ എഫ് അറ്റ് 1 1 ഈസ് ഗിവൺ ബൈ, ആദ്യം ഡെൽ എഫ് ഇവാലുവേറ്റ് ചെയ്യുക. ഡെൽ എഫ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ഫൈൻഡ് ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എക്സ്. എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ ബൈ 2 എന്നുള്ളത് 2x ബൈ 2 വരും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം, എക്സ് കിട്ടും. എക്സ് ഇൻറ്റു ഐ പ്ലസ്, ആൻഡ് വൈയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ ബൈ 2 കോൺസ്റ്റന്റ് ആക്കിയിട്ട് എടുക്കാം, 0 വരും. വൈ സ്ക്വയർ ബൈ 2ൻ്റെത് 2y ബൈ 2 വരും. ദാറ്റ് ഈസ് വൈ. എക്സ് ഇൻറ്റു ഐ പ്ലസ് വൈ ഇൻറ്റു ജെ അറ്റ് the point 1, 1, that is equal to 1 1 കൊടുക്കുന്ന സമയത്ത് I plus J വരും. del f at 1 1 equal to I plus J. നമുക്ക് del f ന്റെ ഡയറക്ഷനിലാണ് കാണേണ്ടത്. del f ന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് മതി? del f ന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഫൈൻഡ് ചെയ്താൽ മതി. ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഏതൊരു വെക്ടറിന്റെയും ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുക. നമ്മൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് തന്നെ വി എന്നുള്ള ഒരു ജനറൽ വെക്ടറിന് നമ്മൾ സം എച്ച് ഇൻറ്റു യു എന്നുള്ള രൂപത്തിൽ യൂണിറ്റ് ടേം വെക്ടറിന്റെ ടേമിലാണ് എക്സ്പ്രസ് ചെയ്തത്. ഈ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനും വി എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൺക്ലൂഡ് ചെയ്യാം ഐ പ്ലസ് ജെ എന്നുള്ള വെക്ടർ ആണ് ഡെൽ എഫ് എന്നുള്ള വെക്ടർ. ഈ വെക്ടറിന്റെ ഡയറക്ഷനിലാണ് എന്ത് വരിക? എഫിന് മാക്സിമം ഇൻക്രീസ് വരിക ഡെൽ എഫിന്റെ ഡയറക്ഷനിൽ. ആൻഡ് യൂണിറ്റ് വെക്ടറിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ the maximum rapid increase of f is in the direction of u cap is equal to, ഇതിനെ യൂണിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മോഡുലസ് എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ 1 സ്ക്വയർ ആണ്, ബി സ്ക്വയർ 1 സ്ക്വയർ ആണ്. റൂട്ട് 2 വരും. ഐ ബൈ റൂട്ട് 2 പ്ലസ് മൈനസ് ഐ ബൈ റൂട്ട് 2 പ്ലസ് ജെ ബൈ റൂട്ട് 2. therefore the maximum rapid increase of del f is in the direction of, the rapid increase of f is in the direction of del f and its direction is I by root 2 plus j by root 2. ഈ വെക്ടറിന്റെ ഡയറക്ഷനിലാണ് മാക്സിമം ഇൻക്രീസ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തത് എന്താ പറഞ്ഞത്?
റാപ്പിഡ് ഡിക്രീസ് ഉണ്ടാവല്. റാപ്പിഡ് ഡിക്രീസ് ആരുടെ ഡയറക്ഷനിലാണ്? റാപ്പിഡ് ഡിക്രീസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ്. മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ് റാപ്പിഡ് ഡിക്രീസ് ഉണ്ടാവുക. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഗിവൺ ബൈ, ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ യു ക്യാപ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? മൈനസ് ഡെൽ എഫ് വരുമ്പോൾ മൈനസ് ഓഫ് ഐ പ്ലസ് ജെ വരും, മൈനസ് ടോട്ടലി വരും, മൈനസ് ഐ ബൈ റൂട്ട് ടു മൈനസ് ജെ ബൈ റൂട്ട് ടു. Therefore, the rapid decrease of f is in the direction of u cap is equal to minus I by root 2 minus j by root 2. ഈ u cap എന്നുള്ളത് ആരുടെ ഡയറക്ഷനിലാണ്? മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ്. ആൻഡ് the rapid increase in f is in the direction of del f, that is in the direction of u cap. നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f in the direction of u എന്നുള്ള യൂണിറ്റ് വെക്ടറിന്റെ ടേമിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? യൂണിറ്റ് വെക്ടറിന്റെ ടേമിലേക്ക് ഡെൽ എഫിനെ മാറ്റിയത്. ഡെൽ എഫും യൂണിറ്റ് വെക്ടറും സെയിം ഡയറക്ഷനിലായിരിക്കും. യു ക്യാപ്പ് എന്നുള്ളത് നമ്മൾ 1 ബൈ റൂട്ട് 2 എന്നുള്ള മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഇയാള്. Therefore, the maximum rapid increase of f is in the direction of del f and its directional unit vector is I by root 2 plus j by root 2. ഈ എക്സാമ്പിൾ നമ്മളോട് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല? മാക്സിമം ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. മാക്സിമം വാല്യൂ എന്താന്ന് ചോദിച്ചിട്ടില്ല. മാക്സിമം വാല്യൂ കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് ഈസ് ഗിവൺ ബൈ മോഡ് ഡെൽ എഫ്. രണ്ട് സൈഡിലും മോഡുലസ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. മോഡ് ഡെൽ എഫ് വരുന്ന സമയത്ത് ഒരാളാരായിട്ട് മാറും? മോഡ് ഡെൽ എഫ് റൂട്ട് 2 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് റൂട്ട് 2 വരും. അതേപോലെ മിനിമം റേറ്റ് ഓഫ് ചേഞ്ച് മൈനസ് ഓഫ് മോഡ് ഡെൽ എഫ് മൈനസ് റൂട്ട് 2 വരും. അത് നമ്മളോട് ചോദിച്ചിട്ടില്ല, എന്നാലും എക്സാമ്പിൾ എന്നുള്ള രൂപത്തിൽ നമ്മൾ ആ എക്സാമ്പിളിന്റെ കൂടെ അതും കൂടി പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ പ്രോബ്ലംസ്, കൂടുതൽ പ്രോബ്ലംസും മറ്റും ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.